അങ്ങനെ നോമ്പ് 3 എത്ര പെട്ടെന്നാണ് നോമ്പൊക്കെ കടന്നു പോണത് അല്ലേ. കുളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് നേരം ഓതട്ടെ കേട്ടോ. ബാങ്ക് കൊടുക്കണ വരെ ഓതാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഞാൻ നേരത്തെ തന്നെ ചിക്കന് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടുണ്ട്. ചെറിയൊരു ടെൻഷൻ കേട്ടോ. നമ്മൾ എന്നും ഓതണ സമയത്ത് അൽക്കാഫ് സൂറത്തിലൊരു 10 ആയത്തും കൂടി ഡെയിലി ഓതട്ടോ. എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഓതിക്കോളും. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ലൊരു കാര്യമാണ് കേട്ടത്. അങ്ങനെ ഇനി ഖുറാനൊക്കെ ഓത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എളുപ്പം നിസ്കരിച്ചിട്ട് അടുക്കളയിൽ കയറാം. നിസ്കരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയൊരു നിസ്കാര കുപ്പായാണ് കേട്ടോ അത്. ഞാനിത് പട്ടാമ്പിയിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് വാങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇടുമ്പോഴും കുഴപ്പമൊന്നുമില്ല. സംഭവത്തിന് ഒരു കേടുപാടുകളൊന്നുമില്ല. പക്ഷേ എല്ലാവരും ചോദിച്ചു ഇതെന്താ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിട്ട്. എല്ലാവരും ഇതെന്താ ഇങ്ങനെ ഒരു കളർ, ആരും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത മാതിരി കേട്ടോ. എല്ലാവരും വെള്ള കളറൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കും പിന്നെ എന്തോ പോലെ വേണ്ടിയിരുന്നില്ല, മേടിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ആയിട്ടോ. 360 രൂപയാണ് കേട്ടോ ഈ സംഭവത്തിന്. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു നിസ്കാരക്കുപ്പായം വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ഒരു പുള്ളി കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എടുക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ആയി. പക്ഷേ വേറെയും പല കളറും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഇതന്നെ എടുത്തു പോകുന്നത്. പിന്നെ അവിടെ പിന്നെ ഒരുപാട് കളക്ഷനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 1-2 പീസ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കളറായിട്ട്. പിന്നെ വെറും ലൈറ്റ് പിങ്ക്, ലൈറ്റ് പിസ്ത പച്ച ആ ഒരു കളറൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു പോരും ചെയ്തു. ഇപ്പോൾ തോന്നുന്നു അങ്ങനത്തെ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യാം. ഇവിടെ അങ്ങനെ ഓൺലൈനിലൊന്നും വാങ്ങാത്തത് കൊണ്ട് തന്നെ പിന്നെ അത് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും ഒക്കെ വേണ്ട വെച്ചിട്ട് പിന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഓൺലൈനിൽ നിന്ന് എടുക്കാത്തത്. പിന്നെ കാക്കാക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഓൺലൈനിൽ. എന്തിനാ ഓൺലൈനിൽ നിന്ന് വാങ്ങണത്, ഇവിടെ തന്നെ കിട്ടുമല്ലോ എന്നാണ് പറയൽ. അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓൺലൈനിൽ നോക്കുക വെച്ചാൽ നമുക്ക് നല്ല കളർ നോക്കിയിട്ട് നല്ല സെലക്ട് ചെയ്തിട്ടൊക്കെ എടുക്കാമായിരുന്നു. എങ്ങനെയായാലും ഉള്ളതുകൊണ്ട് ഇനി നിസ്കരിക്കട്ടെ. അല്ലാതെ ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് സാധനം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന്. ഞങ്ങൾ ഒരാഴ്ചക്കുള്ളത് ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങാറാണ് കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞത്. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി വേണം കേട്ടോ. പ്രത്യേകിച്ച് സ്വത്തുവിന് ഓനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓനിക്ക് തൃപ്തിയാവുള്ളൂ. പിന്നെ എണ്ണക്കടി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ടേബിളിന്മേൽ ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കുറവുള്ള മാതിരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കൽ സമൂസ തന്നെ ഉള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ കൊണ്ടുവരാൻ വേണ്ടി കാക്ക വിളിച്ചു പറഞ്ഞപ്പോൾ കാക്ക പറഞ്ഞെന്നാൽ ഈ ആഴ്ചക്ക് മൊത്തമുള്ള സാധനം എഴുതിക്കോ, ഞാൻ പിന്നെ അത് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ അടുക്കളയൊക്കെ എത്തിയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ടോ. അപ്പോൾ ഒക്കത്തിനും സമയം ഉണ്ടാവുകൊണ്ട് ആ നേരത്തെ സാധനം എത്തി. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി അങ്ങനെ വെച്ചു. ഉള്ളിയൊക്കെ സമൂസക്ക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവിടെ തന്നെ വെച്ചത്. കുട്ടികൾ വരുമ്പോഴത്തേന് എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിയണം വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരത്തെ ഞാൻ അടുക്കള കയറിയതിട്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും ഇത്ര നേരത്തെ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല. കാരണം പിന്നെ ഒരു ടെൻഷനാണ്. സമൂസ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അനി ഇങ്ങനെ ഉണ്ടാക്കണത് കണ്ടിട്ട് അല്ലാതെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അനി ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ സമൂസ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. ഉണ്ടാക്കണം, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം അതാവൂലേ, അത് റെഡി ആവൂലേ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ എൻ്റെ മനസ്സിൽ. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ സമയത്തിന് കഴിയണമെന്ന് വിചാരിച്ചിട്ട് എന്തിനേലും കയറിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കഴിയൂല. പിന്നെ ഇന്ന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കണം, അപ്പോൾ പിന്നെ ഞാനത് ഇങ്ങനെ മനസ്സിൽ വെച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഞാൻ ആ സംഭവം ഉണ്ടാക്കൂല കേട്ടോ. അങ്ങനെ ഒരാളാണ് ഞാൻ. കാരണം ഒന്നല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല, ഒന്നല്ലെങ്കിൽ ഇന്നിപ്പം ഇനി ഉണ്ടാക്കൊന്നും വേണ്ട,
ഈക്ക് വയ്യാന്ന് ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അത് കാരണം ഞാനൊന്നും ഉദ്ദേശിച്ച സമയത്ത് ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ. ഇന്ന് എങ്ങനെയായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ നേരത്തെ അടുക്കള കയറിയത് കേട്ടോ. അങ്ങനെ ഞാൻ ഇറച്ചിയൊക്കെ കഴുകിയിട്ട് ഞാൻ സമൂസക്ക് ഉള്ളത് ആദ്യം തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ വാചിക്ക് നോക്കിയപ്പോൾ ഇത്ര നേരത്തൊക്കെ സമൂസക്ക് ഉണ്ടാക്കണോ, ഇത്ര നേരത്തെ ഉണ്ടാക്കി വെക്കണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം എന്നാൽ ആ നേരത്ത് കയറിയാലുള്ള ഒരു മഗ്‌രിബിൻ്റെ നേരത്തേന് എൻ്റെ ഒക്കെ കഴിയും. അല്ലെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇതുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എങ്ങനെയായാലും കുട്ടികൾ വരുമ്പോഴത്തേന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പം നോക്കണം. അപ്പം ഞാൻ സമൂസയുടെ മസാല റെഡിയാക്കി, പിന്നെ പൊടിവാട്ടി പത്തിരി പരത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ മിന്നൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ ഞാൻ പരത്തി തരട്ടെ പറയും. ഇവിടെ പൊതുവേ കുട്ടികൾ സ്കൂളിട്ട് വന്നേക്ക് ഒന്നിലും തൊടണമെന്ന് ഉമ്മാക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒന്നിലും തൊടണമെന്ന് പറഞ്ഞാൽ ഓല് സ്കൂളിൽ നിന്നല്ലേ വരുന്നത്, ഓലെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് പിന്നെ എന്തും കൊടുക്കാവൂ എന്നാണ് ഉമ്മാൻ്റെ ഒരു ഇത് കേട്ടോ. ഉമ്മാൻ്റെ എന്നല്ല, നമുക്കൊക്കെ അതല്ലേ ഒരു തൃപ്തി. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ വന്നേക്ക് ഉമ്മ ഞാൻ പത്തിരി പരത്തട്ടെ എന്ന് മിന്നു ചോദിക്കുക. മിന്നു പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ച് വരും വെച്ചിട്ട് ഞാൻ എളുപ്പം ചെയ്യാണ്. പക്ഷേ എന്നാലും മിന്നു വരുമ്പോഴത്തേനൊന്നും എൻ്റെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മിന്നു പരത്തി തന്നിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ സമാധാനം, അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചെയ്ത് തരുന്നത്. 1:45 അടുക്കള ഞാൻ 1:45 ഒരു 12:45 കഴിഞ്ഞ് 1:15 ആയ സമയത്ത് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 4 മണി സമയത്താണ് കേട്ടോ ഞാൻ പത്തിരി പരത്തണത്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചിക്കൻ കറി വെച്ച് സമൂസക്ക് മസാല ഉണ്ടാക്കി. ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നേക്ക് എന്നോട് ചോദിച്ചു ഉമ്മ ഞാൻ പരത്തി തരട്ടെ ചോദിച്ചിട്ട്. അപ്പോൾ വേണ്ട അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. എന്നിട്ട് മിന്നുവിനെ കുളിച്ച് വന്നിട്ട് രാവിലെ പോകുമ്പോൾ ഞാൻ മിന്നുവിനെ കുളിപ്പിച്ച് നല്ലപോലെ കുളിപ്പിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ മിന്നു വന്നേക്ക് തന്നെ ഓൾ തന്നെ പോയി കുളിച്ച് രാവിലെ തല നനച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ പിന്നെ തല നനക്കൂല കേട്ടോ. നല്ല മുകളിലേക്ക് നല്ല പോലെ കെട്ടി ഇട്ടിട്ട് പിന്നെ വന്നിട്ട് മേല് കഴുകുക ചെയ്യുക. അപ്പോൾ മദർസ ഇല്ലാത്ത സമയത്താണ് കുളിക്കാൻ പറ്റുന്നത്. മദർസ ഉള്ള സമയത്തോൾക്ക് കുളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മിന്നു എന്നോട് പിന്നെ ചോദിച്ചു കുളി കഴിഞ്ഞേക്ക് എന്നോട് ചൂടട്ടെ എന്നൊന്നും ചോദിച്ചില്ല കേട്ടോ. അതുതന്നെ വലിയ സമാധാനം. അല്ലെങ്കിൽ കുട്ടികളെ മേലിൽ ഈ പൊടിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ തന്നെ നേരാക്കാൻ നിൽക്കണം നേരമില്ലാത്ത സമയത്ത്. പിന്നെ അങ്ങനെ വന്നേക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എളുപ്പം പത്തിരി ചുട്ട് കൊടുത്തു, ചായയൊക്കെ കൊടുത്തുട്ടോ മിന്നുവിന്. അപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിക്കണു കേട്ടോ. ഇത് ഇക്കാക്ക വന്നിട്ട് കോവക്ക നുറുക്കി തന്നതാണ്. മാങ്ങയും തന്നെ അതാണ് ഓല് വന്നിട്ട് നുറുക്കിയതിൻ്റെ കോലാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോഴേക്കും ഞാനൊരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജ്യൂസ് അടിക്കുന്ന സമയത്ത് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേഗം പത്തിരി ചുടുന്ന സമയത്ത് തന്നെ അത് മടക്കി കൊടുത്തു വെച്ചിട്ടോ. പിന്നെ ഞാൻ ജ്യൂസിനായിട്ട് ലൈമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നും ഈ തണ്ണിമത്തനായിട്ട് ഈ അലർജി ഉണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവലുണ്ട് കേട്ടോ. ഈ സമൂസ തണ്ണിമത്തൻ വെള്ളം കുടിക്കുമ്പോൾ അലർജി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തണുപ്പ് ചെല്ലുമ്പോൾ അധികം തണുപ്പ് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന് ഇപ്പോൾ അലർജി വന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരത്തിന്. അങ്ങനെ ഞാനൊരു ലൈമാണ് അടിച്ചത്. പിന്നെ അത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഞാനാ പിന്നെ വെള്ളം ജ്യൂസൊക്കെ കുടിക്കാറുള്ളത്. സ്വത്തുവിനും പൊന്നുവിനൊക്കെ ആകെ തണുത്ത വെള്ളം മാത്രം മതിട്ടോ. ഇതൊന്നും ഒരുപാട് പോലൊന്നും അങ്ങനെ കുടിക്കൊന്നുമില്ല. ഇവിടെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, പിന്നെ ബാക്കിയാവുള്ളൂ കേട്ടോ. അങ്ങനെ എങ്ങനെയായാലും അതൊക്കെ റെഡിയാക്കി ഞാൻ സ്വത്തു പള്ളിക്കൊക്കെ പോയി വേഗം ചെയ്യലെടുത്തിട്ട് 6:30 ആയിരുന്നു കേട്ടോ അപ്പോഴേക്കും. പിന്നെ പാൽ ചായ ശരീരത്തിന് നല്ലതല്ല, എന്നാലും ഞാൻ സ്വത്തു ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കിട്ടോ. ഞാൻ പിന്നെ ടേബിളിൽ വെച്ച വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, അതിനൊന്നും പറ്റിയില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.